ഗോവിന്ദ ഹരിഗോവിന്ദ. കഴിഞ്ഞ വർഷം കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് തിരുവിതാംകൂർ രാജകുടുംബാംഗമായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടി കൊട്ടിയൂർ ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു. തമ്പുരാട്ടി തലശ്ശേരിയിൽ വന്ന് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നെയ്വിളക്ക് സമർപ്പിച്ചതിന് ശേഷമാണ് കൊട്ടിയൂർ പോകുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും? ഇന്ന് പലപ്പോഴും ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യം, തൃച്ചെറുമന്ന എന്ന ഈ ശ്രീ കൊട്ടിയൂർ മഹാക്ഷേത്രവും തിരുവങ്ങാട് ക്ഷേത്രവും തമ്മിലുള്ള ബന്ധം. ദക്ഷിണകാശി മഹാത്മ്യത്തില് മാനന്തേരി മഠത്തിൽ ചന്തു നമ്പ്യാർ ഇങ്ങനെ പറയുന്നു: ഉത്തര കേരളത്തിൽ ദക്ഷിണഖണ്ഡം തന്നിൽ വൈഷ്ണവം തിരുവങ്കാടിത്തമുണ്ടോരമ്പലം. തത്ര വാഴുന്നു രഘുസത്തമൻ സീതാപതി തൃച്ചെറുമന്നിലേക്കു തൽക്ഷേത്രം ഉപക്ഷേത്രം. തൃച്ചെറുമന്ന് എന്ന കൊട്ടിയൂരിന്റെ ഉപക്ഷേത്രമാണ് തിരുവങ്ങാട് ക്ഷേത്രം എന്നാണ് മാനന്തേരി മഠത്തിൽ ചന്തു നമ്പ്യാരുടെ ദക്ഷിണകാശി മഹാത്മ്യം വ്യക്തമാക്കുന്നത്. എന്ന് മാത്രമല്ല, തൃച്ചെറുമന്നിലുള്ള ഒരു ഉത്സവ കാര്യാർത്ഥമായി ദക്ഷിണ കേരളക്കാരി പതി പോകും നേരം ദക്ഷിണ കേരളത്തിൽ നിന്നും തെക്കൻ കേരളത്തിൽ നിന്നും കൊട്ടിയൂർ ഉത്സവത്തിന് തീർത്ഥാടകര് ഭക്തന്മാര് പോകുന്ന സമയത്ത് തത്ര നെയ്യമൃതവും വച്ച് ഉത്തര കോസലേന്ദ്രന്റെ തിരുമേനി കുപ്പി തൃച്ചെറുമന്നിൽ പോകും. ഇത് പ്രാചീനമായിട്ടുള്ള ആചാരം. ദക്ഷിണകാശി മഹാത്മ്യം പ്രസിദ്ധപ്പെടുത്തുന്ന സമയത്ത് തന്നെ കവി ആ സന്ദർഭത്തിൽ പ്രതിപാദിക്കുന്നു: ഇത്തരമത്രേ പണ്ടു നിശ്ചയം ദ്വിജവര, ഇപ്പോഴുള്ള അവസ്ഥകൾ മിക്കതും വിപരീതം. എന്നാൽ ആ വിപരീതത്തെ മാറ്റിക്കൊണ്ട് ആ സാമ്പ്രദായികമായ പരമ്പരാഗതമായ ആചാരത്തെ പാലിച്ചുകൊണ്ടാണ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടി ക്ഷേത്ര ദർശനം നടത്തിയത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല, അവിടെയുള്ള ഹനുമാൻ സ്വാമിയുടെ വിശിഷ്ട സാന്നിധ്യത്തെയും ചന്തു നമ്പ്യാര് പ്രത്യേകം പ്രതിപാദിക്കുന്നുണ്ട്. ഉത്തമ ഭക്തൻ വായുപുത്രനുണ്ടഹോ രഘുസത്തമ ക്ഷേത്രം തന്നിൽ നിത്യവും ഇരിക്കുന്നു. തൃച്ചെറുമന്നിൽ പോയി നിത്യവും തൊഴാറുണ്ട മൃത്യുഭഞ്ജനാംശം കൊണ്ട് ഉത്ഭൂതൻ എന്നാകയാൽ ശിവാംശ സംഭൂതനായ ഹനുമാൻ സ്വാമി നിത്യവും തിരുവങ്ങാട് നിന്ന് കൊട്ടിയൂരില് ദർശനം നടത്തി മടങ്ങാറുണ്ട് എന്ന ഒരു വൈശിഷ്ട്യത്തെ ഇവിടെ പ്രതിപാദിച്ചിരിക്കുകയാണ്. ഗോവിന്ദ ഹരി ഗോവിന്ദ.